ഇവിടെ സുന്നികൾ നടത്തിവരുന്ന എന്ന് പറയപ്പെടുന്നവർ നടത്തിവരുന്ന ഒരു 3 മരിച്ചു കഴിഞ്ഞാൽ 3 നടത്തുക, അതുപോലെ 70,000 ദിക്റിലെ ആള് നേരിട്ട് ഡയറക്റ്റ് സ്വർഗത്തിൽ പോകും എന്ന് പ്രചരിപ്പിച്ച ആളുകളോട് ചെയ്യിപ്പിക്കുക. ഇതിന് സ്വഹീഹായ വല്ല ഹദീസുകളോ അതല്ലെങ്കിൽ ഖുർആനിൽ നിന്ന്, ഖുർആൻ കേൾക്കുമ്പോൾ അതിന്റെ പോലെ അപ്പൊ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയത്ത് ഉദ്ധരിക്കാൻ സാധിക്കും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത് മരിച്ച വീട്ടിൽ 70,000 ദിക്ർ ചൊല്ലുന്നതിന് ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്നൊക്കെയാണ്. ഇവിടെ വന്യരായ ഉസ്താദ് മുമ്പ് തന്നെ പരിചയപ്പെടുത്തിയതുപോലെ വഹാബി പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ, വഹാബി പ്രസ്ഥാനത്തിന് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു കൊടുക്കുന്നത് അവരുടെ അപ്പോസ്തലനായ ഇബ്നു തൈമിയ്യയാണ്. ഇബ്നു തൈമിയ്യയെ കുറിച്ച് അവർ തന്നെ രേഖപ്പെടുത്തി വെച്ചത് മദ്ഹബിന്റെ ഇമാമുകളെക്കാൾ ഏറ്റവും വലിയ പണ്ഡിതനായി ചിത്രീകരിച്ച ഇബ്നു തൈമിയ്യ എന്നല്ല, ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയലും ഖുർആനിന്റെ ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയലും തുല്യമാണെന്ന് അവരുടെ വിചിന്തനത്തിൽ അവരെഴുതി വെച്ച ആ ഇബ്നു തൈമിയ്യ ഇതിന് മറുപടി പറയുന്നത് ഇബ്നു തൈമിയ്യയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രന്ഥമായ മജ്മുഅത്തുൽ ഫതാവ അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, 70,000 ദിക്ർ ചൊല്ലി മയ്യത്തിന്റെ ആത്മാവിലേക്ക് ഹദിയ ചെയ്താൽ അത് മയ്യത്തിന് ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ഇബ്നു തൈമിയ്യ മറുപടി പറയുന്നത്, ഇദാ ഹല്ലല ഇൻസാനുൻ ഹാകദ 70,000 ഔ അഖല്ല ഔ അക്സറ വഹദിയത ഇലൈഹി നഫഅല്ലാഹു ബിദാലിക. ഇതുപോലെ ഒരു മനുഷ്യൻ 70,000 ദിക്ർ ചൊല്ലി മരിച്ച മയ്യത്തിലേക്ക് ഹദിയ ചെയ്താൽ ഇതിന്റെ പ്രതിഫലം പൂർണ്ണമായും മയ്യത്തിന് ലഭിക്കുമെന്ന് പറയുന്നത് സുന്നി പണ്ഡിതരല്ല, മറിച്ച് അവർ അംഗീകരിക്കുകയും അവരുടെ ആശയ സ്രോതസ്സായി അവർ തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്ത ഇബ്നു തൈമിയ്യയുടെ മജ്മുഅത്തുൽ ഫതാവയുടെ 24-ാം വാല്യം 180-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇബ്നു തൈമിയ്യ ഉദ്ധരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വാക്കന്നെ എടുത്തോണ്ട് ഉദ്ധരിച്ചാളി. ഞാൻ ചോദിച്ചത് സ്വഹീഹായ ഹദീസ് ഉണ്ടോ, അതാണ് അടിസ്ഥാന പ്രമാണം. അതാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത് അടിസ്ഥാന പ്രമാണമായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിച്ചത് സ്വഹീഹായ ഹദീസ് ഉണ്ടോ, ഖുർആനിൽ വല്ല തെളിവുണ്ടോ, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ടോ? അതാണ് ചോദ്യം. അതിനാ നേരത്തെ പറഞ്ഞത്, ആമുഖം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ആ ചിന്തനം ഒന്ന് കാണിച്ചു കൊടുത്ത സ്ക്രീനിലൂടെ. അതായത് ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണ് എന്ന് പറയുന്നത് ഖുർആൻ വിഷലിപ്തമാണ് എന്ന് പറയുന്നതിന് സമാനമാണ്. വിചിന്തനമാണ്, മുജാഹിദിന്റെ പത്രമാണ്. അത്ര ആധികാരിക പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ എന്ന് മുജാഹിദുകളാണ് ഈ പറയുന്നത്, നിങ്ങൾ ആളുകളായി പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളെ സ്രോതസ് തന്നെ പറയണോ എന്ത് 70,000 ചെല്ലാം, അത് ഹദിയ ചെയ്യാം, അത് മയ്യത്തിന് ഉപകരിക്കും, അത് ശിർക്കല്ല, കുഫറല്ല, ബിദ്അത്തല്ല, അനാചാരല്ല. എന്നാ നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഇബ്നു തൈമിയ്യക്ക് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, അയാൾ ഖുർആൻ എതിരിൽ പറയുന്ന ആളാണ്, ഹദീസിന് എതിരിൽ പറയുന്ന ആളാണ്. മുജാഹിദ് പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ്, ഖുർആനെതിരാണ്, ആയത്തിനെതിരാണ്, ഹദീസിനെതിരാണ് പറയണം. അതിനാൽ ഞങ്ങൾ ചർച്ച വളരെ ചുരുക്കാൻ വേണ്ടിയാണ് ഇബ്നു തൈമിയ്യയുടെ ഉദ്ധരണി പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കാതെയും ചിന്തിക്കാതെയുമാണ് ഇപ്പോൾ അബദ്ധത്തിൽ ചെന്ന് വീണുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടേറെ പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. അയിമ്മത്തുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ നമുക്ക് ചർച്ചയല്ല. നിഷേധിക്കുന്നവർ മുജാഹിദുകളായതുകൊണ്ട് അവർക്ക് സ്വീകാര്യമായ തെളിവാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 മണി വരെയാണ് നമ്മളെ പെർമിഷൻ. 12 മണിയും കഴിഞ്ഞു. തുടങ്ങിയത് മഗ്‌രിബിന് ശേഷം മണിക്കൂർ 4-5-6 മണിക്കൂറായി. മുജാഹിദുകൾ പരിപാടി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കറിയോ എങ്ങനെ തിരൂര് മേഖലാ സമ്മേളനം നടത്തി മുജാഹിദ്. ഒരു മൗലവി നിന്ന് നുണങ്ങനെ പറയാണ്. അപ്പൊ നമ്മളൊരു സജീവ പ്രവർത്തകൻ നിങ്ങളാ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞൊരു എഴുത്തു കൊടുത്തു.
അപ്പൊ അയാൾ വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ സമയം 9 മണി, നമുക്കുള്ള പെർമിഷൻ കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു, ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു, എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് മൂപ്പരനെ പിരിച്ചുവിടുന്നത്, മൂപ്പരനെ നന്ദി പറയണത്, മൂപ്പരനെ അവസാനിപ്പിക്കുന്നത്, മൂപ്പരനെ ഒക്കെ പറയണത്. അപ്പൊ നുണ പറഞ്ഞാൽ പിന്നെ മുജാഹിദിന്റെ സ്വഭാവം അങ്ങനെയാണ്. പറഞ്ഞ സമയം 10 മണി വരെയെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയില്ല. നമ്മളെ പരിപാടി തുടങ്ങിയിട്ട് സമയം കുറേയായി, നിങ്ങൾ ഓർക്കണം. മണിക്കൂറുകൾ കുറെ പിന്നിട്ടു. നമ്മുടെ അധികാരികളുടെ ഔദാര്യം കൊണ്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഇനിയും അത് അവരെ കൊണ്ട് ശല്യമാക്കുന്ന രൂപത്തിലാവരുത്. അതുകൊണ്ട് വളരെ പ്രസക്തമായ 1-2 ചോദ്യങ്ങൾക്ക് അവസരം നൽകുകയാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വേഗം ചോദിക്കും.